ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ 24-ന് പിന്നാലെ വിവിധ സംഘടനകളും ശാന്തിഗിരി ആശ്രമം 3 വർഷം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. കോഴിക്കോട് നടന്ന യുവജന ലഹരി വിരുദ്ധ റാലിയും സമ്മേളനത്തിലും നിരവധി യുവാക്കൾ പങ്കെടുത്തു. ഇത് ലഹരിക്കെതിരായ പോരാട്ട റാലി. ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായാണ് ലഹരിമുക്ത കേരളം യുവത്വത്തിലൂടെ എന്ന പരിപാടി ഒരുക്കുന്നത്. 3 വർഷം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടം. കോഴിക്കോട് നഗരത്തിലൂടെ നടന്ന റാലിയിൽ വിദ്യാർത്ഥികളും യുവാക്കളുമായി നിരവധി പേർ പങ്കെടുത്തു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ റാലിയുടെ ലക്ഷ്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ലഹരിയെക്കുറിച്ച് തന്നെ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, തുടക്കം ലഹരിയിൽ, ഒടുക്കം മരണത്തിൽ എന്നുള്ളതാണ്. നാടിന് നാശമായ ലഹരിയെ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് സ്വാമി ആത്മബോധ ജ്ഞാന തപസ്വി പറഞ്ഞു. ഇതൊരു വെറുമൊരു യാത്ര മാത്രമല്ല. ഈ യാത്രയിലൂടെ നമ്മുടെ എല്ലാവരുടെ ഒരു പ്രാർത്ഥനയും ആ യുവാക്കളുടെ മനസ്സിൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു വാസന ഇല്ലാതാകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഒരു ഭൗതികമായ ആത്മീയവും ഭൗതികവും തമ്മിൽ ചേർത്തുകൊണ്ടുള്ള ഒരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. കേരള മദ്യനിരോധന സമിതി മഹിളാവേദി സംസ്ഥാന പ്രസിഡന്റ് OJ ചിന്നമ്മ അധ്യക്ഷയായ ചടങ്ങിൽ സ്വാമി ആത്മധർമ്മ ജ്ഞാന തപസ്വി, 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കോർഡിനേറ്റർ TM രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.